ഇന്ന് നിന്റെ മൊയ്തീൻ IFKയിൽ പ്രദർശിപ്പിക്കുന്നതിലും സംവിധായകൻ സിനിമ പിൻവലിച്ചിരിക്കുന്നു. വിശദാംശങ്ങളുമായി ബിജേഷ് ചേരുന്നതായാലും IFKയിൽ പ്രദർശിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് സംവിധായകനെ നയിച്ചതിന്റെ കാരണങ്ങൾ. പ്രജീഷ്, എന്നും നിന്റെ മൊയ്തീൻ നിറഞ്ഞ സദസ്സിൽ ഇപ്പോൾ തിയേറ്ററിൽ ഓടുന്ന ഒരു ചിത്രമാണ്. ഇത് IFFKയിൽ പ്രദർശിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എന്നും നിന്റെ മൊയ്തീൻ എന്ന ചിത്രം RS വിമൽ സംവിധായകനിൽ നിന്നും ചലച്ചിത്ര അക്കാദമി വാങ്ങിയിരുന്നു. മത്സര വിഭാഗത്തിൽ, മലയാള സിനിമകളുടെ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കാം എന്ന് വാക്ക് നൽകിയാണ് ചലച്ചിത്ര അക്കാദമി ഈ ചിത്രം സംവിധായകനിൽ നിന്നും വാങ്ങിയത്. പക്ഷേ ഏറ്റവും അവസാന ഘട്ടത്തിൽ അവർ വാക്ക് മാറ്റിയിരിക്കുന്നു. ചലച്ചിത്ര അക്കാദമി ഏകപക്ഷീയമായ ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നു. മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്നതിന് പകരം മലയാള സിനിമ ഇന്ന് എന്നൊരു വിഭാഗത്തിൽ പ്രദർശിപ്പിക്കാം എന്നാണ് ചലച്ചിത്ര അക്കാദമി സംവിധായകനായ RS വിമലിനോട് പോലും യാതൊരു ചർച്ചയോ അല്ലെങ്കിൽ യാതൊരു സംസാരമോ നടത്താതെ തന്നെ ഒരു ഏകപക്ഷീയമായ തീരുമാനം എടുത്തിരിക്കുന്നത്. ചലച്ചിത്ര അക്കാദമി എടുത്തിരിക്കുന്ന ഈ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് എന്നും നിന്റെ മൊയ്തീൻ ചലച്ചിത്ര അക്കാദമി നടത്തുന്ന IFFK രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കേണ്ട എന്നൊരു തീരുമാനം RS വിമൽ എടുത്തത്. എന്തായാലും ഇതൊരു വലിയ ചർച്ചയ്ക്ക് തന്നെയാണ് തുടക്കമിടാൻ പോകുന്നതും. ഇത്തരത്തിൽ ഒരു ആനുകാലിക പ്രസക്തിയുള്ള ഒരു ചിത്രം, മലയാളികൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു ചിത്രം റിലീസായിട്ട് ഇത്രത്തോളം നാളായിട്ടും തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിക്കുന്ന ഒരു ചിത്രത്തോട് കേരള ചലച്ചിത്ര അക്കാദമി കാണിക്കുന്ന കടുത്ത അവഗണനയാണ് എന്ന രീതിയിൽ തന്നെ സിനിമ നിർമ്മാതാക്കളുടെയും അതോടൊപ്പം തന്നെ സിനിമയുടെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ ഭാഗത്തു നിന്നും ഒരു പ്രതിഷേധ സ്വരം ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ചലച്ചിത്ര അക്കാദമി ഇത്തരത്തിൽ ഒരു തീരുമാനം എടുക്കുകയായിരുന്നുവെങ്കിൽ ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാവ് അതോടൊപ്പം ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ എന്നിവരുമായി ഒരു ചർച്ച നടത്തിയതിനു ശേഷം മാത്രമേ ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാൻ പാടുള്ളായിരുന്നു. കാരണം ഈ ചിത്രം ചലച്ചിത്ര അക്കാദമി IFFKയിൽ പ്രദർശിപ്പിക്കാം എന്ന് പറഞ്ഞ് സംവിധായകനിൽ നിന്ന് ചിത്രം വാങ്ങുമ്പോൾ നൽകിയ വാക്കാണ് ഇപ്പോൾ തെറ്റിച്ചിരിക്കുന്നത്. മലയാള സിനിമ ഇന്ന് എന്ന വിഭാഗത്തിൽ പ്രദർശിപ്പിക്കാം എന്നാണ് അവർ ഇപ്പോൾ പറയുന്നത്. നേരത്തെ പറഞ്ഞിരുന്നത് മത്സര വിഭാഗത്തിൽ, മലയാള സിനിമകളുടെ മത്സര വിഭാഗത്തിൽ ഈ ചിത്രം പ്രദർശിപ്പിക്കാം എന്ന് തന്നെയായിരുന്നു പറഞ്ഞത്. അത്തരത്തിൽ ഒരു വാക്ക് ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗത്തു നിന്നും ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു എന്നും നിന്റെ മൊയ്തീൻ എന്ന ഒരു ചിത്രം IFFKക്ക് നൽകാനും ഇതിൻ്റെ അണിയറ പ്രവർത്തകർ തയ്യാറായതും. പക്ഷേ ഇത്തരത്തിൽ ഒരു തീരുമാനത്തിൽ നിന്ന് മാറ്റം വരുന്ന ഘട്ടത്തിൽ എങ്കിലും അത് സംവിധായകനോ നിർമ്മാതാവിനോടോ അടക്കം ഈ കാര്യത്തിൽ ഒരു ചർച്ച ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗത്തു നിന്നും നടത്തേണ്ടതായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു ചർച്ചയോ ഇല്ലാതെയാണ് ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി ഏകപക്ഷീയമായ. ബിജേഷ് വ്യക്തമാണ്. ബിജേഷിലേക്ക് മടങ്ങിയെത്താം. എന്താണ് ഇതിൻ്റെ ഉള്ളുകളി സംബന്ധിച്ചും എന്താണ് ഇതിൻ്റെ ഗൂഢലക്ഷ്യങ്ങൾ, എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ എന്തായാലും വിശദീകരണം തേടേണ്ടതുണ്ട്. സംവിധായകൻ RS വിമൽ തന്നെ നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. വിമൽ, എന്താണ് ഒരു പക്ഷേ, കാരണം ഇത്തരത്തിൽ IFKയിൽ നിന്ന് അല്ലെങ്കിൽ സിനിമ ചിത്രം പിൻവലിക്കുന്നു എന്ന വാർത്ത ഒരു പക്ഷേ വരുമ്പോൾ തന്നെ എന്തായാലും പ്രേക്ഷകർ അല്ലെങ്കിൽ ഇങ്ങനൊരു വാർത്ത ഒരു പക്ഷേ ഞെട്ടലോടുകൂടിയായിരിക്കും ഒരു പക്ഷേ കാണുന്നത്. പ്രത്യേകിച്ച് കലാമൂല്യമുള്ള നല്ല സിനിമ തിയേറ്ററിലടക്കം ഒരു പക്ഷേ നിറഞ്ഞ സദസ്സ്, പ്രേക്ഷകരടക്കം വരവേറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സിനിമ. അതുകൊണ്ട് തന്നെ എന്താണ് ഒരു പക്ഷേ ക്ലാരിഫിക്കേഷൻ എന്താണ് താങ്കളുടെ ഭാഗത്ത് നിന്ന്? അല്ല, അതിനകത്ത് വലിയ വിശദീകരണങ്ങളോ അങ്ങനെ അത്തരം ഒരു വിഷയത്തിലേക്കല്ല വാസ്തവത്തിൽ. ഇത് ഞാൻ രാവിലെ പത്രം നോക്കുമ്പോഴാണ് ഇങ്ങനെ 9 ചിത്രങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതിൽ 2 ചിത്രങ്ങൾ മത്സര വിഭാഗത്തിൽ, 7 ചിത്രങ്ങൾ അല്ലാതെയും. അപ്പോൾ മലയാള സിനിമ ഇന്ന് എന്നൊരു വിഭാഗത്തിൽ പ്രദർശിപ്പിക്കാൻ എനിക്ക് എന്ന് നിൻ്റെ മൊയ്തീൻ അതിന് ആഗ്രഹമില്ല. കാരണം മറ്റൊന്നുമില്ല, അത് എന്താണ്, ഇത് ആരാണ് തിരഞ്ഞെടുത്തതെന്നോ എന്താണ് സംഭവിച്ചെന്നോ ഇതിനകത്ത് ഗൂഢലക്ഷ്യങ്ങളുണ്ടോ, സത്യത്തിൽ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഞാൻ വളരെ സത്യസന്ധവും നിഷ്കളങ്കവുമായിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. വാസ്തവത്തിൽ ഞെട്ടി, അത് സത്യമാണ്. ഇവിടെ ഞങ്ങളുടെ റിപ്പോർട്ടർ ബിജേഷ് ഒരു കാര്യം ലൈവിൽ പറഞ്ഞ ഒരു കാര്യം, അതിനൊരു ക്ലാരിഫിക്കേഷൻ. IFK എന്തായാലും ഈ ചിത്രം താങ്കളുമായി സഹകരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ തിയേറ്ററുകളിൽ അവിടെ പ്രദർശനത്തിന് വേണ്ടി ഒരു പക്ഷേ കരാറിൽ ഏർപ്പെടുമ്പോൾ എന്ത് ഉറപ്പാണ് ഒരു പക്ഷേ നൽകിയിരുന്നത്? അയ്യോ, അത്തരം കരാറോ ഉറപ്പോ ഒന്നും പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ മത്സര വിഭാഗത്തിൽ നിന്ന് അല്ലെ മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക്? എന്തായാലും ഇതിനോടകം പത്രം താങ്കൾ വായിച്ചതിന് ശേഷം മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. ബന്ധപ്പെട്ടവരെ താങ്കൾ എന്തായാലും ടെലിഫോണിൽ വിളിക്കുകയോ ഒരു ക്ലാരിഫിക്കേഷൻ തേടുകയോ ചെയ്ത് കാണും. എന്താണ് ഒരു പക്ഷേ അവിടെ ഒരു ആശയക്കുഴപ്പം പറ്റിയതാണോ, എന്ത് മുൻവിധിയോടുകൂടി എടുത്ത ഒരു നിലപാടാണോ, എന്താണ് ഒരു പക്ഷേ അതിൽ നിന്നും പ്രകടമാകുന്നത്? എനിക്ക് അതിനെക്കുറിച്ചൊന്നും വാസ്തവത്തിൽ എനിക്കറിയില്ല. എനിക്കറിയാവുന്ന ഇത്രയേ ഉള്ളൂ. ഞാൻ രാവിലെ ഇത് വാർത്ത കണ്ടിട്ട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ടയാളെ ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ അതുമല്ല, ഞങ്ങൾ ഇത് കൊടുക്കുമ്പം തന്നെ മത്സര വിഭാഗത്തിലാണെങ്കിൽ എന്ന രീതിക്കാണ് അവിടെ മാർക്ക് ചെയ്തിട്ട് ഇത് കൊടുത്തിരുന്നത്.
പിന്നെ എനിക്ക് മെയിൽ കൊണ്ടോ ഫോൺ കോളിലൂടെയോ ഞാൻ അറിഞ്ഞിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ ഒരു സംഭാഷണവും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ തരത്തിൽ ഉണ്ടാവപ്പെടുന്ന ചർച്ചകളോ വാർത്തകളോ വാസ്തവത്തിൽ ഉണ്ടാവില്ലായിരുന്നു. ഞാൻ അപ്പം തന്നെ ഇത് പിൻവാങ്ങുമായിരുന്നു. മറ്റൊന്നുമല്ല, നിലവിൽ മൊയ്തീൻ ഇപ്പോൾ നിറഞ്ഞ സദസ്സിൽ എല്ലാ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തിയേറ്ററുകൾ നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും IFFK ഡിസംബർ ഫസ്റ്റ് വീക്കാണ്. ആ സമയത്ത് മൊയ്തീൻ തിയേറ്ററിലുണ്ടാവും. അത് നിങ്ങൾക്കറിയാം. തിരുവനന്തപുരത്ത് പിന്നെ 3-4 സ്ക്രീനിൽ IFFKയുടെ പേരിൽ ഇത് പ്രദർശിപ്പിക്കുക, അതിൻ്റെ ഒരു ആവശ്യകത വാസ്തവത്തിലില്ല. എനിക്കിത്രയേ ഉള്ളൂ എന്ന് വെച്ചാൽ ഇതൊരു ദയവായി അത് ആ തരത്തിൽ അത് വിലയിരുത്തണമെന്നുള്ളതാണ്. മൊയ്തീൻ ഈ കഥ നമ്മൾ ഒരുപാട് മിത്തുകൾ വായിച്ചിട്ടുണ്ട്, ഒരുപാട് പിന്നെ ഭാവനകൾ നമുക്കറിയാം. കേരളത്തിൽ നിന്ന് ഇത്തരത്തിൽ ഒരു വിഷയം ഈ തരത്തിൽ അതിൻ്റെ മേക്കിംഗ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ എല്ലാ തരത്തിലും ഒരു പൊതുസമൂഹം അല്ലെങ്കിൽ ഒരു പൊതുജനം ആ തരത്തിൽ ഈ ഒരു വിഷയത്തെ അവിശ്വസനീയമാം വിധം വിലയിരുത്തപ്പെടുമ്പോൾ എന്തുകൊണ്ട് എൻ്റെ സിനിമ അല്ലെങ്കിൽ നമ്മുടെ ഈ മൊയ്തീൻ ലോക സിനിമയോട് മത്സരിച്ചുകൂടാ? അതിനെന്താ കുഴപ്പമെന്താ? അതിനുള്ള തടസ്സം എന്താണ്? അപ്പോൾ അതിനുള്ള മറുപടി ഇവർക്ക് തന്നെ ഉണ്ടാവുകയേക്കാം. ഇതിനകത്ത് ഉണ്ടായിട്ടുള്ള എല്ലാ പടങ്ങളും മത്സരിക്കാൻ സാധ്യതയുള്ളതാണ്, തർക്കമില്ല, എനിക്കും തർക്കമില്ല. പക്ഷേ എൻ്റെ ഉത്തരം കൂടെ എൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. എന്തുകൊണ്ട് മൊയ്തീൻ മത്സര വിഭാഗത്തിൽ പെടുത്തണം എന്ന നമ്മുടെ അപേക്ഷ ആ സിനിമ മാത്രമാണ്. ആ സിനിമയാണ് അതിൻ്റെ ഉത്തരം. യെസ്, അവിടെ അതൊരു പക്ഷേ അതുകൊണ്ടാണ് ഞാൻ ഈ ഞെട്ടലോട് കൂടി ചോദിക്കുന്നത്. കാരണം അതിൻ്റെ ഉത്തരം ഇതിനോടകം തന്നെ പ്രേക്ഷകർ നൽകി കഴിഞ്ഞു. അത് വ്യക്തമാണ്. അതിൻ്റെ ക്ലാരിഫിക്കേഷനിലേക്ക് എന്തായാലും IFFK അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണം നൽകേണ്ടതില്ല. അത്രത്തോളം അതിലും ഒരുപക്ഷെ മറ്റ് ചിത്രങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും അതിൻ്റെ അടക്കം എത്രത്തോളം കലാമൂല്യം ഒക്കെ തന്നെ പ്രസക്തമാണ്. അതിൻ്റെ ഉത്തരം ഇപ്പോൾ തന്നെ നൽകി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, താങ്കൾ ബന്ധപ്പെട്ടിരുന്നു ആരോടെങ്കിലും? കാരണം ഇതിൻ്റെ എന്തായാലും ഒരു സംഘാടക സമിതിയും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരും ഒക്കെ ഉണ്ടല്ലോ. താങ്കളുമായി ഇങ്ങനെ ഒരു ചിത്രം അല്ലെങ്കിൽ താങ്കളുമായിട്ടൊരു കരാറിൽ ഏർപ്പെടുന്നു, താങ്കളുടെ ചിത്രവുമായിട്ട് ഏർപ്പെടുന്നു. അങ്ങനെ ഒരു താങ്കളെ വിഷമിപ്പിക്കുന്ന, പ്രേക്ഷകരെ അടക്കം വിഷമിപ്പിക്കുന്ന ഒരു തരത്തിലേക്ക്, ഒരു നിലപാടിലേക്ക് പോകുമ്പോൾ അതിന് എന്ത് ക്ലാരിഫിക്കേഷനാണ് അവർ നൽകുന്നത്? എനിക്കറിയില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. രാവിലെ ഞാൻ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ബന്ധപ്പെട്ടവർ മെയിൽ തന്നു. ഈ മെയിലിലേക്ക് പിൻവലിക്കുന്നു മെസ്സേജ് അയച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ അത് മെയിൽ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾ വിളിക്കുന്നത്, ഇങ്ങോട്ട് വരുന്നത്. ആ ഒരൊറ്റ ഉത്തരവായിരുന്നു, മെയിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട്. അവിടെ ഇത്തരം ചിത്രങ്ങൾ സംഭാഷണം ഉണ്ടായിരുന്നു. ഇത് പുതിയ സംഭവമല്ല. കാരണം കഴിഞ്ഞ ഒട്ടേറെ മേളകൾ നടന്നപ്പോഴും ഇത്തരത്തിൽ ഒട്ടേറെ കല്ലുകടികളൊക്കെ തന്നെ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കല്ലുകടികൾ ഉണ്ടായപ്പോഴും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും വലിയ തോതിൽ മറുപടിക്ക് വിധേയമായ തരത്തിലുള്ള ചിത്രങ്ങളായിരുന്നില്ല. പക്ഷേ മൊയ്തീൻ്റെ കാര്യം എടുക്കുമ്പോഴാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, അതിന് മറുപടി എന്തായാലും പ്രേക്ഷകർ നൽകിയ സ്ഥിതിക്ക് ഇതിലൊരു ഉള്ളുകളി ഉണ്ടോ എന്ന് പലരും സംശയിക്കുന്നു. ഇന്നിപ്പോൾ വാർത്ത പുറത്തു വരുമ്പോൾ പ്രേക്ഷകരടക്കം ഒരു പക്ഷേ സംശയിക്കും, എന്തുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് എത്തുന്ന, ചലച്ചിത്രമേളയ്ക്ക് എത്തുന്ന ഒട്ടനവധി പേർ ഒരുപക്ഷെ ഇതിൻ്റെ പ്രദർശനത്തിനുണ്ടെങ്കിലും ഇതിൻ്റെ ഏത് രീതിയിലാണ് ഇത് പ്രദർശിപ്പിക്കുന്നത് ഒരു പക്ഷേ അവർക്ക് ഇന്നിപ്പോൾ വാർത്ത താങ്കളിലൂടെ വരുമ്പോഴാണ് അത് ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇതിൻ്റെ പിന്നിൽ ഏതെങ്കിലും ഇടപെടലുകൾ താങ്കൾ സംശയിക്കുന്നുണ്ടോ? അല്ല, എനിക്കൊന്നും അറിയില്ല വാസ്തവത്തിൽ. എന്ത് ഇടപെടലായാലും എന്തായാലും ഞാൻ പറയുന്നത്, പരമ്പരാഗതമായി കാലങ്ങളായി ഓരോ സിനിമകൾ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ഇപ്പം ഒരു കാര്യം കൂടി പറയാം. ഇപ്പം ഞാൻ എൻ്റെ സിനിമ മത്സരിപ്പിക്കുന്നില്ല എന്നുള്ളത് എൻ്റെ മാത്രം സ്വകാര്യത ആയിരുന്നുവെങ്കിൽ, എന്ന് വെച്ചാൽ എനിക്കിതിൽ പരിപൂർണമായ വിശ്വാസമുണ്ട്. എന്ന് വെച്ചാൽ ഒരു പൊതുസമൂഹം ഇത് ഏറ്റെടുക്കപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, ഇതിനകത്തുള്ള സാർവദേശീയമായൊരു വൈകാരികത, ആശയം, കാഴ്ചപ്പാട് ഇത് ലോകസമക്ഷത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? കേരളത്തിൽ നിന്ന് ഇങ്ങനൊരു വിഷയം ഉണ്ടാകുമ്പോൾ ഈ നിങ്ങൾ പറയുന്ന നിഗൂഢതകളോ അല്ലെങ്കിൽ പിന്നെ ചതികളോ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം സത്യമാണ്, നമുക്ക് അതിലേക്കൊന്നും നമുക്ക് പോകണ്ട. പ്രകടമായി ഒരു പക്ഷേ ഒരു മത്സര വിഭാഗത്തിലേക്ക് കണക്കുകൂട്ടപ്പെടുന്ന അല്ലെങ്കിൽ അവർ പറയുന്ന IFFK അടക്കം അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ അതുമായി ചേർത്ത് വയ്ക്കുമ്പോൾ എന്തെങ്കിലും പോരായ്മകൾ താങ്കൾക്ക് ഒരുപക്ഷെ അതിൽ നിന്ന് മാറ്റാൻ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ അവർക്ക് എന്തായാലും പറയുമല്ലോ, അവർ ബാധ്യസ്ഥരമാണ്. ആ സ്ഥിതിക്ക് താങ്കൾക്കൊരു സ്വയം വിലയിരുത്തലിലേക്ക് വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും പോരായ്മകളോ അല്ലെങ്കിൽ എനിക്ക് ഒരു നിർദ്ദേശമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇത് കാണുന്ന ഇതാരാണ് കണ്ടതെന്നോ ആരാണ് വിലയിരുത്തിയെന്നോ ആരാണെന്നോ ഇതിനെനിക്ക് ഇവരെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്ത ഒരാളാണ്. എങ്കിൽ പോലും ഞാൻ പറയുന്നത്, എൻ്റെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇനിയെങ്കിലും അല്ലെങ്കിൽ എന്താ സംഭവിച്ചോട്ടെ, നല്ല സിനിമകൾ അല്ലെങ്കിൽ
അർഹിക്കുന്ന സംഗതികളെ ഇടുങ്ങിയ മനസ്സുകൊണ്ടും അല്ലെങ്കിൽ അത്തരത്തിലുള്ള മനോഭാവം കൊണ്ട് അതുകളെ തകർക്കാതിരിക്കുക, അംഗീകരിക്കപ്പെടുക എന്നുള്ളതാണ്. എനിക്ക് ഇതിനകത്ത് ആരാണ് പ്രവർത്തിച്ചെന്നോ എന്താണ് സംഭവിച്ചെന്നോ ഒന്നും എനിക്കറിയില്ല. നല്ലതുകളെ തിരസ്കരിക്കാൻ നല്ല മനസ്സുകൾ ഇവർക്കുണ്ടാവട്ടെ. അല്ലെങ്കിൽ എല്ലാ കാലവും ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ ഇതുപോലുള്ള ഫെസ്റ്റിവലുകളും അല്ലെങ്കിൽ അവാർഡ് ദാനങ്ങളും ഇത്തരത്തിൽ ദുരന്ത ചർച്ചകൾക്ക് വഴിവെക്കും. യെസ്, തീർച്ചയായും. കാരണം അവിടെ ഞാൻ സൂചിപ്പിക്കുന്ന കാര്യം, കാരണം കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ മുൻ വർഷങ്ങളിലെ ഇത്തരം മത്സര വിഭാഗത്തിൽപ്പെടുത്തിയ ചിത്രങ്ങൾ അത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ന് എന്തായാലും കലാമൂല്യമുള്ളൊരു ചിത്രമാണെന്ന് താങ്കൾ അവകാശപ്പെടുകയും ചെയ്യുന്നു. അവിടെ ഈ ഒരു കല്ലുകടിയിലേക്ക് അല്ലെങ്കിൽ പോരായ്മയിലേക്ക് പോകാൻ എന്തായാലും ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല. താങ്കൾ അത് അതേ അർത്ഥത്തിൽ തേടിയിട്ടുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നു, മനസ്സിലാക്കിയെടുത്തോളം. തീർച്ചയായും ഞാൻ തേടിയിട്ടില്ല. അവിടെ ഒരു പക്ഷേ എന്തായിരിക്കും നിഴലിക്കുന്നത് താങ്കൾക്ക് ബോധ്യമുണ്ടോ? അതാ ഞാൻ ചോദിച്ചാൽ, ഒന്നുകിൽ അതല്ലെങ്കിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, അതല്ലെങ്കിൽ ആയിരിക്കാം, എനിക്കറിയില്ല. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ഇവർ തിരഞ്ഞെടുക്കപ്പെട്ട സിനിമകൾ മൊയ്തീനേക്കാൾ മുകളിലേക്ക് തന്നെ ആവട്ടെ, ലോക സമൂഹം ചർച്ച ചെയ്യട്ടെ, ലോക സിനിമകളോടൊപ്പം അത് മത്സരിക്കും. എന്തായാലും താങ്കളിലേക്ക് എത്താൻ ഇപ്പോൾ സംവിധായകൻ കമൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കമൽ, ഇതിൻ്റെ മൊയ്തീൻ എന്തായാലും അതിൻ്റെ ചിത്രത്തിൻ്റെ ഇപ്പോഴത്തെ പ്രദർശനം ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു, പ്രേക്ഷക ലോകം ഏത് രീതിയിൽ ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം താങ്കൾക്കറിയാം. അങ്ങനെയുള്ള ഒരു ചിത്രത്തെ എന്തായാലും IFFKയിൽ നിന്ന് അതിൻ്റെ മത്സര വിഭാഗത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു. സംവിധായകനടക്കം എന്തായാലും ഞെട്ടലോടുകൂടിയാണ് അദ്ദേഹം ഇന്ന് പത്രം കണ്ടത്, പത്രത്തിൽ നിന്ന് മാധ്യമങ്ങളിൽ നിന്ന് വാർത്ത വായിച്ചത്. പല കുറി എന്തായാലും ഇത്തരം ഉദാഹരണങ്ങൾ താങ്കളെ പോലെയുള്ള പരിണിതപ്രജ്ഞരായ സംവിധായകരടക്കം മുൻ വർഷങ്ങളിലൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞതാണ്. ഇവിടെ മൊയ്തീൻ്റെ കാര്യം പരിശോധിക്കുമ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് അതിന്റെ കാര്യങ്ങൾ അറിയില്ല. കാരണം സാധാരണ നിലക്ക് 2 സിനിമകളാണ് മലയാളത്തിൽ നിന്ന് മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കുക. അല്ലാത്ത 7 സിനിമകൾ മലയാള സിനിമ ടുഡേ എന്നുള്ള പാക്കേജിലാണ് കാണിക്കുക. ഈ 2 സിനിമകൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ 2 സിനിമകൾ ഏതൊക്കെ ആയിരിക്കണം എന്നുള്ള ജൂറിയുടെ തീരുമാനമാണ്. അപ്പൊ അതിനൊരു ജൂറി ഉണ്ടായിരുന്നു. ആ ജൂറിയാണ് തീരുമാനിച്ചത്. അത് മാലതി സഹായി എന്ന് പറഞ്ഞിട്ട് അവര് ബോംബെയിലുള്ള അവരായിരുന്നു ജൂറി ചെയർപേഴ്സൺ. പിന്നെ കുറെ പേരുണ്ടായിരുന്നു. ഞാനിത് പറയാൻ കാരണം, ഞാൻ ഇവിടെ സൈമിൾട്ടേനിയസ് ആയിട്ട് ചലച്ചിത്ര അക്കാദമി തന്നെ ഇന്റർനാഷണൽ കോമ്പറ്റീഷന്റെ മത്സര വിഭാഗത്തിന്റെ ജൂറി ചെയർമാനാണ്. അപ്പോൾ ഞങ്ങൾ പടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇന്റർനാഷണൽ കോമ്പറ്റീഷന്റെ. അപ്പോൾ അതിന്റെ നിയമാവലി അനുസരിച്ച് 10 പടങ്ങളാണ് ഇന്റർനാഷണൽ കോമ്പറ്റീഷന് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് ഒരു ജൂറി ഉണ്ട്, ഓരോ സെക്ഷനും ജൂറി ഉണ്ട്. മലയാള സിനിമയ്ക്ക് ഒരു ജൂറി ഉണ്ട്, ഇന്ത്യൻ പനോരമയ്ക്ക് ഒരു ജൂറി ഉണ്ട്, വേൾഡ് സിനിമയ്ക്ക് ഓരോ ജൂറി ഉണ്ട്, കോമ്പറ്റീഷന് ഒരു ജൂറി ഉണ്ട്. അപ്പോൾ ഓരോ ജൂറിയുടെ തീരുമാനമാണ്. അപ്പോൾ അതല്ല, അതിനപ്പുറത്ത് എന്താണെന്ന് എനിക്കറിയില്ല അതിനെപ്പറ്റി. യെസ്, ഇവിടെ വളരെ പ്രകടമായി ഉയരുന്ന ഒരു സംശയമാണ്, ആളുകൾ കാണുന്ന ചിത്രങ്ങൾ, പ്രേക്ഷകർ ഏറ്റുവാങ്ങുന്ന ചിത്രങ്ങൾക്ക് കലാമൂല്യം നഷ്ടപ്പെടുന്നു എന്നൊരു തോന്നലുണ്ടോ? ജൂറി അടക്കം താങ്കൾ സൂചിപ്പിച്ചതുപോലെ പ്രത്യേകം ജൂറി അടക്കം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു തോന്നലുണ്ടോ? അല്ല, നമുക്കിപ്പോൾ ഒരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് ആൾക്കാർ കാണുന്നു എന്നുള്ളൊരു ക്രൈറ്റീരിയ ആക്കാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ പ്രേക്ഷകർ കാണുന്നു എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ സ്വീകരിച്ച ഒരു സിനിമ എന്നുള്ളത് മാത്രമല്ല അതിന്റെ ക്രൈറ്റീരിയ. അപ്പോ അതാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നതാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. തീർച്ചയായിട്ടും അതൊരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചില ഘടകങ്ങൾ ഉണ്ടായിരിക്കണം. അതെനിക്കറിയില്ല അതിനെ പറ്റിയിട്ട്. ഞാൻ മൊയ്തീനെതിരെയല്ല പറയുന്നത്, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്, അതല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിനേക്കാളും മികവുള്ള സിനിമ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയാത്തിടത്തോളം ഞാൻ എനിക്കതിന് മറുപടി പറയാൻ പറ്റില്ല. തീർച്ചയായും സിനിമയെക്കുറിച്ച് ധാരണയുള്ള ജൂറി തന്നെയാണ് സിനിമകൾ കണ്ടിട്ടുള്ളതെന്നുള്ളതാണ് ഞാൻ തിരിച്ചറിയുന്നത്. കാരണം അവിടെ പ്രേമം സിനിമയുടെയൊക്കെ തന്നെ തീം സംബന്ധിച്ച് താങ്കൾ നടത്തിയ പ്രകടമായ വിലയിരുത്തൽ സംബന്ധിച്ച്, കാരണം അതിനുശേഷം പ്രേമം സിനിമയെ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് എന്തായാലും സംസ്ഥാന ചലച്ചിത്ര അവാർഡിനടക്കം നിശ്ചയിക്കപ്പെട്ട് ജൂറി സമീപിച്ചത്. ഇവിടെ മൊയ്തീനെ പരാമർശിക്കപ്പെടുമ്പോൾ ആ സിനിമയുടെ എല്ലാ ഘടകങ്ങളും പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ ഇവർ കാണുന്ന ഒരു മൂല്യം, അതായത് മത്സര രംഗത്തേക്ക് അന്താരാഷ്ട്ര സിനിമയ്ക്കൊപ്പം മത്സരിക്കാൻ കഴിയില്ല, എന്തായാലും ഒരു പോരായ്മയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാനദണ്ഡത്തിൽ അവർക്ക് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടായിരിക്കും എന്തായാലും മാറ്റിവെച്ചിരിക്കുന്നത്. അത് താങ്കളെ പോലെയുള്ളവർ എന്താണ് അത് കാണുന്നത്? അല്ല, ഞാൻ പറയുന്നത് 50-ലധികം സിനിമകൾ മലയാളത്തിൽ നിന്ന് മത്സര വിഭാഗത്തിലേക്ക് ജൂറിയുടെ മുമ്പിലുണ്ടായിരുന്നു. അതിൽ നിന്ന് 2 സിനിമ മാത്രമേ തെരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. കാരണം അതിനുള്ള സ്പേസേ ഉള്ളൂ. അപ്പൊ ഇത്രയും സിനിമയിൽ ഏറ്റവും മികവുള്ള സിനിമ 2 അവർ തെരഞ്ഞെടുക്കാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ മൊയ്തീനേക്കാളും മികവുള്ള സിനിമ ഉണ്ടാകാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അപ്പൊ അതാണ് ഇതിന്റെ അകത്തുള്ള പ്രശ്നം. അത് ഞാൻ കാണാത്തിടത്തോളം എനിക്ക് പറയാൻ പറ്റില്ല. കൊട്ടാൽ എന്ന് പറയുന്ന സിനിമ തെരഞ്ഞെടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. കഴിഞ്ഞ വർഷം ഏറ്റവും മികച്ച സിനിമക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ സിനിമയാണ്. അത് മോശം സിനിമയല്ലല്ലോ. അത് ഞാൻ കണ്ടിട്ടുള്ള സിനിമയാണ്. അത് വളരെ നല്ല സിനിമയാണ്. അത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സിനിമയാണ്. അത് തെരഞ്ഞെടുത്തിട്ടുണ്ട്. മറ്റേ സിനിമ ഞാൻ കണ്ടിട്ടില്ല, അതിനെക്കുറിച്ച് എനിക്കറിയില്ല.
അപ്പോൾ ഈ ഉയർന്നു വരുന്ന അല്ലെങ്കിൽ സംവിധായകൻ ഒരു സംശയം പ്രകടിപ്പിക്കുകയോ അദ്ദേഹം ഞെട്ടൽ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണെന്നാണോ താങ്കൾ പറയുന്നത്? സ്വാഭാവികമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എല്ലാവരുടെയും സിനിമ ഏറ്റവും മികച്ചതാണല്ലോ. അതിൽ ആരും ഒരു ഫിലിം മേക്കറെയും കുറ്റം പറയാൻ പറ്റില്ല. ഓരോ സംവിധായകരെയും അവരുടെ സിനിമ ഏറ്റവും മികച്ചതാണ്. അതുകൊണ്ട് മാത്രം നമുക്കൊരു സിനിമ മത്സര വിഭാഗത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിലിം ഫെസ്റ്റിവലിൽ എൻട്രി കിട്ടണമെന്ന് നമുക്ക് പറയാൻ നമുക്ക് അവകാശമില്ല. അതിന് യാതൊരു അവകാശമില്ല. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ എന്റെ സെല്ലുലോയിഡ് എന്ന് പറയുന്ന സിനിമ ഉണ്ട്. ആ വർഷത്തെ ഏറ്റവും മികച്ച സിനിമക്കുള്ള അവാർഡ് കിട്ടിയതാണ് ആ വർഷം. എന്നിട്ട് ഇവിടെ IFFK അത് മലയാള സിനിമ ടുഡേ എന്നുള്ള പാക്കേജിലെ കാണിച്ചത്. അന്ന് മത്സര വിഭാഗത്തിൽ ഉണ്ടായിരുന്നില്ല. ഞാനതിന് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോയില്ല. കാരണം വെച്ചാൽ ഓരോ ജൂറി തീരുമാനിക്കുന്നതാണ്. നമുക്കിപ്പോൾ അതിലപ്പുറത്തൊന്നും പറയാനില്ല. അന്ന് ഇതേപോലെ വേണമെങ്കിൽ എനിക്ക് പറയാമായിരുന്നു. മത്സര വിഭാഗത്തിൽ അത് ഉൾപ്പെടുത്തിയില്ല, JC ഡാനിയലിന്റെ ജീവിതം പാർട്ടി സിനിമയാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് പ്രശ്നം ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ അതല്ലല്ലോ അതിന്റെ ഒരു മര്യാദ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ആ ജൂറി കണ്ടത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. ഓരോ ജൂറിക്ക് ഓരോ ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, അതനുസരിച്ചല്ലേ അത് കാണാം. അതായത് ഇക്കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ പോലും ജൂറിക്ക് നൽകാനുള്ള ബാധ്യതയില്ല എന്ന് സ്വാഭാവികമായും താങ്കൾ പറയുന്നതനുസരിച്ച്? തീർച്ചയായിട്ടും പബ്ലിക്കിനോട് പറയേണ്ട അല്ലെങ്കിൽ ഫിലിം മേക്കേഴ്സിനോട് പറയേണ്ട ബാധ്യത ജൂറിക്കില്ല. ജൂറിയുടെ ഡിസിഷൻ ഫൈനലാണ്. കാരണം എന്ന് വെച്ചാൽ ജൂറിയുടെ മുമ്പിൽ വരുന്ന സിനിമകൾ ഏറ്റവും മികച്ചത് ഏത് വിഭാഗത്തിൽ പെടുത്തണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ജൂറിക്കുണ്ട്. അല്ലെങ്കിൽ പിന്നെ ജൂറിയുടെ ആവശ്യമില്ലല്ലോ. താങ്കളിലേക്ക് മടങ്ങിയെത്താം. വിമൽ, ഇവിടെ കമൽ സൂചിപ്പിച്ചെടുക്കുകയാണെങ്കിൽ എന്തായാലും അത് സ്വാഭാവികമായി വന്നു പോകുന്ന കാര്യങ്ങളാണ്. അതിൽ അസ്വാഭാവികതയില്ല. കാരണം 50ഓളം ചിത്രങ്ങളാണ് പരിഗണനയ്ക്ക് വന്നത്. ഒറ്റാലടക്കമുള്ള ചിത്രങ്ങൾ രണ്ട് സ്പേസ് മാത്രം, 2 സിനിമയ്ക്കുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണോ? അങ്ങനെ അത്തരത്തിൽ 2ലേക്ക് ഇടം പിടിക്കാൻ തക്ക രീതിയിലുള്ള പ്രേക്ഷകർ ഏറ്റുവാങ്ങിയ ആ ഒരു കാഴ്ചപ്പാട് എന്തായാലും ജൂറിക്ക് ഉണ്ടാകണമെന്നില്ല എന്നാണ് കമൽ സൂചിപ്പിച്ചത്. തീർച്ചയായും പ്രേക്ഷകർ ഏറ്റെടുത്തു എന്നൊരു വിഷയം കൊണ്ട് മാത്രം ഇത് മത്സര വിഭാഗത്തിൽ ഉൾക്കൊള്ളിക്കണമെന്ന് എനിക്കും ഒരിക്കലും അഭിപ്രായമില്ല. എൻ്റെ പ്രശ്നം അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. തിയേറ്ററുകളിൽ ഈ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന്, ഞാനിത് മത്സര വിഭാഗത്തിലാണെങ്കിൽ മാത്രമേ ഇത് കൊടുക്കുന്നു എന്ന് ഞാൻ പറയുകയും ചെയ്തിരുന്നു. ഈ സമാന്തരമായി ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് തന്നെ ഇത് ഈ പറയപ്പെടുന്ന പട്ടികയിൽ 4-5 സ്ക്രീനുകൾ കാണിച്ചിട്ട് അങ്ങനെ കാണിക്കാനുള്ള ഒരു സത്യസന്ധമായി വിനീതമായ അഭ്യർത്ഥനയാണ്. അതായത് വിവാദം ഉണ്ടാക്കുകയോ ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ അല്ല വാസ്തവത്തിൽ ഇത് പിൻവലിക്കുന്നത്. മത്സര വിഭാഗത്തിൽ ഒന്ന്. രണ്ടാമത്, മൊയ്തീൻ ലോക സിനിമകളോട് മത്സരിക്കാൻ പറ്റുന്ന ഒരു വിഷയം ചർച്ച ചെയ്യുന്ന സിനിമയാണെന്ന് 1000 വട്ടം ഉറപ്പുള്ളതുകൊണ്ട് മാത്രമാണ് അതിൽ നിന്ന് പിൻവലിക്കാവുന്ന രണ്ടാമത്തെ കാരണം. അല്ലാതെ ഇതൊരു പ്രശ്നം ഉണ്ടാക്കാനോ അതിൻ്റെ പേരിൽ വിലപിക്കാനോ ഒന്നുമല്ല. ഈ പ്രശ്നം ഇതുകൊണ്ട് ഇവിടെ അവസാനിച്ചു. കാരണം ഇത് പ്രദർശിപ്പിക്കുന്നില്ല, സംഭവം കഴിഞ്ഞു. പക്ഷെ അത് താങ്കളുടെ വിവേചനാധികാരം. കാരണം ആ സിനിമയെ നിർണ്ണയിക്കാനും താങ്കൾ പിൻവലിക്കാനുമുള്ള വിവേചനാധികാരം. പക്ഷേ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജൂറിക്ക് എന്തായാലും അക്കാര്യത്തിൽ താങ്കളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയില്ല. അക്കാര്യത്തിൽ ബാധ്യത ഞാൻ അന്വേഷിക്കുന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ കരാറ് വ്യക്തമായിട്ട് കരാർ അല്ലെങ്കിൽ കൂടിയും താങ്കൾ പറഞ്ഞിരുന്നതുപോലെ ഇത് ഇങ്ങനെയാണ്, ഈ സിനിമ മത്സര വിഭാഗത്തിൽ മാത്രമാണ് പ്രദർശിപ്പിക്കേണ്ടത്. അവിടെ ഏത് രീതിയിലാണ് പാളിച്ച പറ്റിയത്? പാളിച്ചെന്ന് ഇതൊക്കെ ഈ പറഞ്ഞ പോലെ കമൽ സാർ പറഞ്ഞ പോലെ ഇതൊക്കെ അവരുടെ സാങ്കേതികതയിലേക്കൊന്നും നമ്മൾ പോകേണ്ടതില്ല. വളരെ സിമ്പിളായി തീർച്ചയായും ഇതൊക്കെ അവരുടെ അധികാരപരിധിയാണ്. നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല. നമ്മൾ കുറേ കാലമായി ഈ ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരല്ലേ, നമ്മൾ പത്രം വായിക്കുന്ന ആൾക്കാരല്ലേ. എന്തൊക്കെ സംഭവിക്കുന്നു, ആർക്ക് കൊടുക്കും, ഇതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട്, പ്രത്യേകിച്ച് ഞാനൊരു മാധ്യമപ്രവർത്തനം കൂടിയായിരുന്നു. അതുകൊണ്ട് നമുക്കിത് അറിയാം എന്താ സംഭവം എന്നുള്ളത്. നമുക്ക് ഒന്നറിയാം. രണ്ട്, ഇത്രയേ ഉള്ളൂ. ഈ സിനിമ മലയാളത്തിൽ നിന്നുണ്ടായ ഒരു സിനിമ എന്നുള്ളതിനേക്കാൾ ഇത്തരം ഒരു വിഷയത്തെ ലോക മനസാക്ഷിക്ക് മുന്നിൽ ചർച്ച ചെയ്യപ്പെടാൻ ഒരു വേദി തിരുവനന്തപുരത്ത് കിടക്കുന്ന ഒരു ഫെസ്റ്റിവലിൽ കിട്ടുന്നില്ല എന്നുള്ളത് ഒന്ന്. രണ്ട്, സ്വാഭാവികമായിട്ടും ഇത് ഇപ്പം നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നലെ തന്നെ ഒരു 3 ഷോയ്ക്കുള്ള ആൾക്കാർ മടങ്ങിപ്പോയി കൈരളി തിയേറ്ററിൽ നിന്നും. അതുകൊണ്ട് അത്രയ്ക്കൊരു നിലവിൽ ലൈവായി നിൽക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഈ മലയാള സിനിമ ഇന്നൊരു വിഭാഗത്തിൽ തൽക്കാലം ഞങ്ങൾ കാണിക്കേണ്ട കാര്യത്തിൽ അതാണ് അല്ലാതെ ഈ ജൂറിയെ തർക്കിക്കുകയോ എൻ്റെ സിനിമ കാണിച്ചേ മതിയാവുന്നുള്ള ധാർഷ്ട്യോ ഒന്നുമല്ല. വേണ്ട, ശരി, നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ ഒരു കാര്യം, ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു വിഷയത്തിൽ ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ ഈ ഒരു വിഷയത്തെ, അത് ഞാൻ സംവിധാനം ചെയ്തോ അല്ലെങ്കിൽ പൃഥ്വിരാജ് അഭിനയിച്ചോ അല്ലെങ്കിൽ പാർവതി അഭിനയിച്ചോ അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ പ്രൊഡ്യൂസ് ചെയ്തോ എന്നൊന്നും അല്ല വിഷയം. ഇതൊന്നുമല്ല വിഷയം. ഇത്തരമൊരു സാർവദേശീയമായ മതേതരമായ
ഒരു അമ്മ, ഒരു സ്ത്രീ, ഒരു കാമുകി ഇത്ര കാലവും ഒരു അത്ഭുതമാണിത്. നമ്മൾ മിത്തുകൾ വായിച്ചിട്ടുണ്ട്, നമുക്ക് ഭാവനകൾ അറിയാം, നമ്മൾ പലതും കണ്ടും കേട്ടും ഇരിക്കുന്ന ആൾക്കാരാണ്. അതിനെയൊക്കെ അതിശയിപ്പിക്കുന്ന ഒരു വിഷയം ഈ നാട്ടിൽ സംഭവിക്കുന്നു. അതൊരു പൊതുസമൂഹം എന്നെ കമൽ സാറ് ഒരു 15 മിനിറ്റോളം വിളിച്ചിട്ട് പടം കണ്ടിട്ട് വിളിച്ചിട്ട് അഭിപ്രായം പറഞ്ഞതാണ്. സത്യനിധിക്കാണ് മലയാള സിനിമയുടെ സമുന്നതന്മാരെല്ലാം വിളിച്ചു. അതുകൊണ്ടൊന്നും ഇത് വേണമെന്നല്ല ഞാൻ പറയുന്നത്. അതാണ് ശ്രീ കമൽ, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടെന്ന് കരുതുന്നു. തീർച്ചയായും അവിടെ സംവിധായകന്റെ മാത്രം ഒരു അഭിപ്രായമോ അദ്ദേഹത്തിന്റെ ഒരു വിമർശനം മാത്രമല്ല, ഒരു പക്ഷേ തലസ്ഥാനത്ത് നടക്കുന്ന വലിയൊരു മേള, അവിടെ അന്താരാഷ്ട്ര തലത്തിൽ പോലും ഒരു പക്ഷേ ഒരു മെസ്സേജ്, വ്യക്തമായൊരു മെസ്സേജാണ് സിനിമയിലൂടെ നൽകുന്നത്. ആ ഒരു ചിത്രം എന്തായാലും ഇല്ലാതെ പോകുന്നത് സംവിധായകനെ എന്നതിലും അപ്പുറത്തേക്ക് പ്രേക്ഷകരെങ്കിലും ഒരു പക്ഷേ ഒന്ന് വിലയിരുത്തപ്പെടേണ്ട ഒരു കാര്യമാണ്. അവിടെ എന്തായാലും ഒരു അപലപനീയം എന്നെങ്കിലും താങ്കൾക്കൊരു പക്ഷേ ബോധ്യമുള്ള കാര്യമല്ലേ? ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. കാരണം അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് മലയാള സിനിമ ടുഡേ എന്നുള്ള പാക്കേജ് മോശമാണെന്ന് തെറ്റിദ്ധരിക്കുന്നതിൽ എനിക്കൊന്നും പറയാനില്ല. എനിക്ക് തോന്നുന്നു വിമല അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം മലയാളത്തിൽ ആ വർഷം ഇറങ്ങിയ 7 സിനിമകളിൽ ഒന്നാകുന്നു, മികച്ച സിനിമകളിൽ ഒന്നാകുന്നു. അത് മോശമാണോ? പിന്നെ മത്സര വിഭാഗത്തിൽ ഇപ്പൊ പ്രദർശിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ഇത് അതിൻ്റെ അകത്ത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആപ്ലിക്കേഷനിൽ അങ്ങനെ ഒരു നോംസ് ഉണ്ടെന്ന് ഇതില്ലാന്ന് തോന്നുന്നു. കാരണം ഒന്നുകിൽ നിങ്ങൾക്ക് ഏത് വിഭാഗത്തിൽ മത്സരിക്കണം എന്ന് അതിൽ കൊടുക്കുക, ഏത് വിഭാഗത്തിൽ ഇത് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ് നമുക്ക് ക്ലോസ് വെക്കാം. അതിൽ ചിലപ്പോൾ മത്സര വിഭാഗത്തിൽ മാത്രം എന്ന് ചിലപ്പോൾ പുള്ളി അദ്ദേഹം ടിക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പ്രത്യേകിച്ച് എഴുതി കൊടുക്കണമായിരുന്നു. മലയാള സിനിമയിൽ ഈ മലയാള സിനിമ ടുഡേ എന്നുള്ള പാക്കേജിൽ ഇത് കാണിക്കരുതെന്ന് എഴുതി കൊടുക്കണമായിരുന്നു. അല്ലാത്തിടത്തോളം ജൂറിക്ക് അങ്ങനെ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ജൂറിയുടെ മുമ്പിലുള്ള ഇതങ്ങനെയാണ്. 2 മത്സര വിഭാഗത്തിൽ 2 സിനിമകളും ബാക്കിയുള്ളത് മലയാള സിനിമ ടുഡേയിലേക്ക് തെരഞ്ഞെടുക്കാനാണ് ജൂറിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. മോശമാണെന്ന് ഇവര് തെറ്റിദ്ധരിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ പറയുക, അതൊരു അന്താരാഷ്ട്ര വേദിയിൽ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചില്ലെങ്കിൽ പോലും മലയാള സിനിമ ടുഡേ എന്ന് പറയുന്ന ഒരു വിഭാഗം മാത്രം മോശമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അത് പുതിയ ഫിലിം മേക്കേഴ്സ് അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ അതൊരു മൗഢ്യമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. യെസ്, എന്തായാലും അത് വ്യക്തമായിട്ട് തന്നെ കമൽ ബോധി. താങ്കൾ ദയവായി ടെലിഫോണിൽ തുടരുക. ഡോക്ടർ ബിജു സംവിധായകൻ നമ്മോടൊപ്പം ചേരുന്നു. ബിജു, ഇവിടെ താങ്കൾ ഇത്തരം ചിത്രങ്ങളെ, എന്തായാലും താങ്കളുടെ കലാമൂല്യമുള്ള ഒട്ടേറെ ചിത്രങ്ങൾ ചെയ്ത ഒരു പാരമ്പര്യം, ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. മൊയ്തീൻ പരാമർശിക്കപ്പെടുമ്പോൾ സംവിധായകൻ എന്തായാലും പരിഭവമാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനോവിഷമം കൊണ്ടാണോ? അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം ചിത്രം മത്സര വിഭാഗത്തിൽ നിന്നും മൊയ്തീനെ മാറ്റി നിർത്തിയിരിക്കുന്നു. അവിടെ നിർണ്ണയിക്കപ്പെടുന്ന, മുന്നോട്ട് വയ്ക്കുന്ന മാനദണ്ഡങ്ങൾ എന്തായാലും മൊയ്തീനെ സ്പർശിക്കുന്നതല്ല. അത് വ്യക്തമായ ഒരു നിർദ്ദേശം പോലും ഇക്കാര്യത്തിൽ നൽകിയിട്ടുമില്ല. മാത്രമല്ല സംവിധായകൻ പറയുന്ന ഒരു ന്യായം കൂടിയുണ്ട്. മത്സര വിഭാഗത്തിൽ ആണെങ്കിൽ മാത്രമേ ഞാൻ എന്തായാലും ഇത് പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിവേചന അധികാരം ഉപയോഗിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള അവകാശവുമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ചിത്രം പിൻവലിക്കുകയും ചെയ്തിരിക്കുന്നു. താങ്കൾക്ക് കാണുന്ന ഇതിലെ ഒരു മൊത്തത്തിലൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാകുന്നത് പറയട്ടെ. ഈ ഏത് സംവിധായകനും ഈ പറഞ്ഞ പോലെ തൻ്റെ സിനിമ കാണിക്കാനും പിൻവലിക്കാനുമുള്ള ഒരു അവകാശമുണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും മാനിച്ചേ പറ്റുള്ളൂ. 2, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സിനിമയും ഇപ്പോൾ ന്യൂ മലയാളം സിനിമയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ 6ാമത്തെ സിനിമയാണ്. 6ാമത്തെ സിനിമയും ന്യൂ മലയാളം സിനിമയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ ഒരു സിനിമകളും ഇതുവരെ കോമ്പറ്റീഷൻ ഉൾപ്പെട്ടിട്ടില്ല. എൻ്റെ എല്ലാ സിനിമകളും ഇവിടെ കോമ്പറ്റീഷൻ ഉൾപ്പെടാതെ വരികയും തുടർന്ന് ഇന്ത്യക്ക് പുറത്ത് മികച്ച ചലച്ചിത്രമേളകളിൽ മത്സരത്തിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട് പിന്നീട്. അപ്പൊ നമ്മളിവിടെ കിട്ടിയില്ലെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും മേളകളിൽ ഇതിനും കാട്ടിലും വലിയ മേളകളിൽ അവിടെ പ്രദർശിപ്പിച്ച് കാണിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് പിൻവലിക്കാതിരിക്കുകയും അത് 2ാമത്തെ കാര്യം. അങ്ങനെയുള്ള ഒരു പാരമ്പര്യം കൂടി താങ്കൾക്കുണ്ട്. താങ്കൾ അതിനുള്ള ധൈര്യം കൂടി കാണിച്ച വ്യക്തിയാണ്. പക്ഷേ ഇവിടെ ഈ നിറഞ്ഞ സദസ്സുകളിലൂടെ ഓടുന്ന ചിത്രങ്ങൾക്ക് കലാമൂല്യം ഇല്ല എന്ന ഒരു മുൻവിധിയോടൊരു കാഴ്ചപ്പാട് ഇവിടെ ഉണ്ടോ? അല്ല, അത് തെളിയിക്കേണ്ടത് നമ്മൾ ഇതേപോലെയുള്ള ഇപ്പോൾ ഒരു പക്ഷേ എപ്പോഴും നമ്മൾ തെളിയിക്കേണ്ടത് തിയേറ്ററുകളിൽ മാത്രമല്ല. അത് ഇതിനെക്കാട്ടിലും വലിയ ചലച്ചിത്രമേളകളുണ്ട്, ഇതിനെക്കാട്ടിലും വലിയ വേദികളുണ്ട്. അവിടെയൊക്കെ നമുക്ക് തെളിയിക്കാനുള്ള ഒരു അവസരം ഓപ്പൺ ആണല്ലോ എല്ലാ സിനിമകൾക്കും. എല്ലാ സിനിമകൾക്കും ഓപ്പൺ ആണ്. ഇതിനെക്കാട്ടിലും വലിയ വേദികളുണ്ട്. ഇന്ത്യക്കകത്ത് തന്നെ പ്രശസ്തമായ ചലച്ചിത്രമേളകളുണ്ട്, ഇന്ത്യക്ക് പുറത്ത് ചലച്ചിത്രമേളകളുണ്ട്. അവിടെയൊക്കെ തെളിയിക്കാനുള്ള വേദികൾ നമുക്കുണ്ട്. ഇപ്പൊ തന്നെ ബോംബെ ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിൽ ഒരു സിനിമ തെരഞ്ഞെടുത്തിരുന്നു, മൺറോ തുരുത്ത് എന്ന് പറഞ്ഞിട്ട്. വളരെ പുതിയൊരു ചെറുപ്പക്കാരന്റെ സിനിമയാണ്. ബോംബെ ഫെസ്റ്റിവൽ വളരെ പ്രശസ്തമായ ഒരു ഫെസ്റ്റിവലാണ്. ആ സിനിമ ഇവിടെ ന്യൂ മലയാള സിനിമയിൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അതൊക്കെ ഓരോ ജൂറിയുടെ ഒരു ഡിസിഷനാണ്. പക്ഷെ നമുക്ക് ഇത് തെളിയിക്കേണ്ടത് നമ്മൾ ഇതുപോലെയുള്ള നിരവധി വേദികളിലും ഒക്കെയാണ് പിന്നീട് തെളിയിക്കേണ്ടത്. അപ്പൊ അതിനുള്ള അവസരങ്ങൾ നമുക്ക് തുറന്നു കിട്ടുമ്പോൾ നമ്മൾ അത് പിന്മാറുക എന്നുള്ള നമ്മുടെ ഒരു ഇഷ്ടം. നമുക്കത് പിന്മാറാം. നമുക്ക് അതിനെക്കാട്ടിലും വലിയ വേദികളിൽ തെളിയിക്കപ്പെടാതെ ഇരിക്കാം. അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പിന്മാറാനുള്ള എല്ലാവരുടെയും അവകാശങ്ങൾ നമ്മളത് മാനിക്കുകയും ചെയ്യാം. വളരെ നന്ദി ഡോക്ടർ ബിജു. ഒപ്പം തന്നെ കമൽ, എന്തായാലും വിമൽ, ബിജു, ഡോക്ടർ ബിജു എന്തായാലും ഒരു ഊർജ്ജം
ഊർജ്ജമാണ് ഒരു പക്ഷെ തരുന്നത്. കാരണം എന്തായാലും പിന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമില്ല. പുതിയ വേദികൾ എന്തായാലും താങ്കളെ കാത്തിരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് മൊയ്തീനെ. അത് അത്തരം വേദികളിലേക്ക് പോകാം എന്തായാലും. ഇവിടെ പക്ഷേ വലിയൊരു വേദിയായിരുന്നു താങ്കൾ പറഞ്ഞതുപോലെ കേരളത്തിൽ എന്തായാലും മേള നടക്കുമ്പോൾ. അല്ല, ഈ അത്തരം എന്താണ് സപ്പോർട്ടുകളോ അതല്ല വാസ്തവത്തിൽ. ഞാൻ പറഞ്ഞില്ലേ, ഈ കേരളത്തിൽ നടക്കുന്നൊരു മേളയിൽ നമ്മളിത് മത്സര വിഭാഗത്തിലാണെന്ന് ആഗ്രഹിച്ചിട്ട് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നു. ഒന്ന്, രാവിലെ പത്രം നോക്കിയപ്പോഴാണ് ഈ സാധനം അറിയുന്നത്. രണ്ട്, അടുത്ത പ്രധാനപ്പെട്ട വിഷയം, നിലവിൽ തിയേറ്ററുകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന നിലവിലെ സർവകാല റെക്കോർഡുകളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് മൊയ്തീൻ. ഒരു ജനകീയ സ്വഭാവത്തിൽ അത് ജനം ഏറ്റെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറയപ്പെടുന്ന വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചിട്ട് ആ സമയത്ത് മൊയ്തീൻ ഇവിടെ ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് സത്യത്തിൽ അതുകൊണ്ടാണ് ഞാൻ പിന്മാറ്റുന്നത്. അല്ലാതെ ആരെയും വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ പേരിൽ ഒരു ആരോ ഉണ്ടാക്കാനോ എനിക്ക് വാസ്തവത്തിൽ അതിൻ്റെ ലക്ഷ്യങ്ങളും ഇല്ല. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം, IFFKക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫെസ്റ്റിവലുകൾക്കോ നാളെ ഇത് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ചെയ്തൊരു സിനിമ അല്ല ഇത്. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. മൊയ്തീൻ ഞാൻ വിശ്വസിക്കുന്നു, മൊയ്തീൻ എന്തുകൊണ്ട് ലോക സിനിമകൾ മത്സരിക്കുന്ന കേരളത്തിലെ വേദിയിൽ മൊയ്തീൻ എന്തുകൊണ്ട് മത്സരിച്ചുകൂടാ? ഇത്രയേ ഉള്ളൂ. അല്ലാതെ എനിക്കൊരു പൊതുസമൂഹത്തെ അങ്ങ് ഉദ്ധരിക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആൾക്കൂട്ടത്തെ കൂടെ നിർത്താനോ ഒന്നിനുമല്ല. അതൊന്നുമല്ല എൻ്റെ ഉദ്ദേശമോ ലക്ഷ്യമോ. എൻ്റെ ഓടൊപ്പം നിൽക്കുന്നു എന്ന് വെച്ചാൽ ഇതിൻ്റെ നിർമ്മാതാക്കൾക്കോ ഇതിൻ്റെ നടനോ നടിക്കോ അവർക്കൊന്നും ഇങ്ങനൊരു ഉദ്ദേശമേ ഇല്ല വാസ്തവത്തിൽ. അതെ, വ്യക്തമായ ബോധ്യത്തോടു കൂടി തന്നെയാണ് ബിമൽ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുന്നത്. IFFK വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്നതിൽ നിന്നും മൊയ്തീൻ സിനിമ പിൻവലിച്ചിരിക്കുന്നു. സംവിധായകൻ മത്സര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മറ്റ് വിഭാഗത്തിലേക്ക് ചിത്രത്തെ ഉൾപ്പെടുത്തുന്ന നിലപാട്, അതിൽ നിന്നുള്ള തിരിച്ചറിവാണ് അദ്ദേഹത്തെ സിനിമ പിൻവലിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്.